ഐ ഡിഡ് നത്തിങ് ഫോർ ദം, ഐ ഹിൽ മൈ ഓൺ നെഗറ്റിവിറ്റി. അപ്പോൾ ആ നെഗറ്റിവിറ്റി അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമായി ഞാൻ കണ്ട് അതിനെയാണ് നമ്മൾ ഈ പ്രെയർ ചൊല്ലി ഹീൽ ചെയ്യേണ്ടത്. അത് നമ്മൾ മനസ്സിൽ കണ്ട് ധ്യാനിച്ച് ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുമ്പം അത് ശരിക്കും നമ്മുടെ ഒരു സൂപ്പർ കോൺഷ്യസ്നെസ് ഒക്കെ ഉണ്ടല്ലോ, അതിനോടാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കത് ആ ഒരു പാർട്ട് നമ്മുടെ ഹീൽ ആവുകയാണ്. ഹോ ഒപ്പനോ ഒപ്പനോ പ്രെയർ ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട് എലിസബത്ത്. ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഭയങ്കര ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി ഉള്ള പ്രെയർ എന്ന് പറയുന്നുണ്ട്. ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഈ ഹോ ഒപ്പണോ ഒപ്പണോ എന്നാണ് ആ പ്രെയർ പറയുക. അത് അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഹീൽ, ടു കറക്റ്റ്, ടു റെക്ടിഫൈ. അപ്പോൾ ഈ 3 വാക്കുകളുടെ ഒരു ആകത്തുകയാണ് ഹോ ഒപ്പണോ പ്രെയർ. ടു ഹീൽ, ടു കറക്റ്റ്, ടു റെക്ടിഫൈ. ഓക്കേ, വെരി ഗുഡ്. അപ്പോൾ ഇത് നമുക്കൊരു ഹീലിംഗ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഇന്നർ മൈൻഡ് ഒരു ഹീൽ ചെയ്യപ്പെടാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രെയറാണ്. 5000 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ഹവായിയൻ ദ്വീപിലാണ് ഇത് ഈ പ്രെയർ ഉത്ഭവിച്ചതെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. ഇത് ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മൂലകാരണം നമ്മൾ തന്നെയാണ്. അത് എന്തായിക്കോട്ടെ, നമ്മുടെ മണി പ്രോബ്ലം ആയിക്കോട്ടെ, ഫിസിക്കൽ പ്രോബ്ലം ആയിക്കോട്ടെ, ഫാമിലി ഇഷ്യൂ, എന്ത് പ്രശ്നമാണെങ്കിലും അതിന്റെ മൂലകാരണം ഉത്ഭവിക്കുന്നത്, തുടങ്ങുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രെയറിന്റെ ഒരു രീതി. അതൊക്കെയാണ് ഈ പ്രെയർ ചൊല്ലുമ്പം ഹീലാകപ്പെടുന്നത്. നമ്മുടെ ഹവായിയൻ കൾച്ചറിൽ അവർ വിശ്വസിക്കുന്നത്, ഹവായി ഐലൻഡിലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്, നമ്മുടെ ഇന്നർ മൈൻഡ്, അതായത് നമ്മുടെ ഇന്നർ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സാണ്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു മിറർ റിഫ്ലക്ഷനാണ് നമുക്ക് പുറമേ ഉണ്ടാവുന്ന സാഹചര്യങ്ങളും എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ വിക്ടിം മെന്റാലിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? അതെ. അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് മറ്റുള്ളവരുടെ തലയിൽ പഴിചാരി നമ്മൾ അങ്ങ് രക്ഷപ്പെടും. അതാണ് വിക്ടിം മെന്റാലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ നല്ല കാര്യമല്ല സംഭവിച്ചാൽ അത് ആർക്കോട്ട് കൊടുക്കത്തുമില്ല. അതാണ് ശരിക്കും മനുഷ്യരുടെ ഒരു ബേസിക് ക്യാരക്ടർ. അപ്പോൾ ഈ വിക്ടിം മെന്റാലിറ്റി ഉള്ള ആളുകൾക്ക് പുറമേ ഉണ്ടാവുന്ന, അവർ എവിടെ പോയാലും അവർക്ക് ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ആ ഒരു വിക്ടിം മെന്റാലിറ്റിയുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളതായിരിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ഒട്ടും നല്ല കാര്യങ്ങളായിരിക്കില്ലല്ലോ അത്. അപ്പോൾ ഈ വിക്ടിം മെന്റാലിറ്റീനെയൊക്കെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഈ ഹോ ഒപ്പണോ പ്രെയർ വെച്ചിട്ടാണ് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുക. അപ്പം അങ്ങനെയാണ് ഇത് പ്രചാരത്തിൽ വരുന്നത്. പിന്നെ ഇതൊരു ഹൈ ഫ്രീക്വൻസി ഉള്ള 4 വാക്കുകളാണ് ഈ പ്രെയറിൽ ഉള്ളത്. അതായത് ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. അത്രയേ ഉള്ളൂ ആ പ്രെയർ. 4 വാക്കുകളേ ഉള്ളൂ. ഈ 4 വാക്കുകൾ കൊണ്ടാണ് നമ്മൾ ഈ ഹീലിംഗ് നടക്കുന്നത്. ഈ പറയുന്ന ഹൈ ഫ്രീക്വൻസിയുള്ള 4 വാക്കുകൾ, ഐ ആം സോറി, പ്ലീസ് ഫർഗീവ് മീ, ഐ ലവ് യു, താങ്ക് യു, ഈ പറയുന്ന 4 ഹൈ ഫ്രീക്വൻസിയുള്ള വാക്കുകൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പറയുന്നത് കൊണ്ട് നമ്മൾ സെൽഫ് ഹീൽ ആകും എന്നുള്ളതാണോ എൻ്റെ സാരാംശം? അതോ അതായത് നമുക്കിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി, അത് സാമ്പത്തിക പ്രശ്നം എന്ന് തന്നെ വിചാരിക്കുക. ആ പ്രശ്നം അത് എൻ്റെ ഉത്തരവാദിത്വം, അത് നമ്മൾ ചിന്തിക്കും, നമ്മളിലേക്ക് ഒരു നെഗറ്റിവിറ്റി വരുമല്ലോ. അപ്പോൾ ആ നെഗറ്റിവിറ്റി അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമായി ഞാൻ കണ്ട് അതിനെയാണ് നമ്മൾ ഈ പ്രെയർ ചൊല്ലി ഹീൽ ചെയ്യേണ്ടത്. അത് നമ്മൾ മനസ്സിൽ കണ്ട് ധ്യാനിച്ച് ഐ എം സോറി, പ്ലീസ് ഫർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു എന്ന് പറയുമ്പം അത് ശരിക്കും നമ്മുടെ ഒരു സൂപ്പർ കോൺഷ്യസ്നെസ് ഒക്കെ ഉണ്ടല്ലോ, അതിനോടാണ് നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കത് ആ ഒരു പാർട്ട് നമ്മുടെ ഹീൽ ആവുകയാണ്. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് മനുഷ്യരാണ്, ചില സ്ഥലങ്ങളിൽ സിറ്റുവേഷനിൽ നമ്മൾ ചിലപ്പോൾ പ്രൊവോക്ക് ആവണ്ടെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ആയിപ്പോകും. അപ്പോൾ അവിടെ എന്താ പറയുക, നമ്മുടെ എക്സ്പ്രഷൻ ദേഷ്യമായിട്ടായിരിക്കും പുറത്തു വരിക. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. നമ്മളുടെ സംസാരിക്കുന്ന വേർഡ്സിൻ്റെ പവറും ഈ പറയുന്ന ഓരോ ശബ്ദത്തിനും അതിൻ്റേതായിട്ടുള്ള ഫ്രീക്വൻസി ഉണ്ട്. അത് യൂണിവേഴ്സിൽ റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ എലിസബത്തിനോട് ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എലിസബത്ത് എന്നോട് ദേഷ്യപ്പെടും.
അപ്പോൾ ഞാൻ ഈ പറയുന്ന 4 വേർഡ്സ് ഉപയോഗിച്ച് ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നെഗറ്റിവിറ്റി കുറയുമെന്നുള്ളതാണോ? അതെ. ഇപ്പം എന്നോട് ഇപ്പം പ്രദീപ്ജി പറഞ്ഞ പോലെ എന്നോട് ദേഷ്യപ്പെടാനുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് വെറുതെ ഒരാളോട് ദേഷ്യപ്പെടില്ലല്ലോ. ആ സാഹചര്യം നമുക്ക് ഇപ്പൊ സ്ഥിരമായി ഇത് ചൊല്ലി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് മാറി നിൽക്കും. അങ്ങനെയാണത് പറയുന്നത്. നല്ല കാര്യമാണ്. ഒരുപാട് എന്താ പറയുക, ചില നക്ഷത്രക്കാരുടെ ഗ്രഹനിലയൊക്കെ നോക്കുമ്പോൾ ഭയങ്കര മുൻദേഷ്യമായിരിക്കും, മുൻകോപം ഏറ്റവും കൂടുതലുള്ള ആൾക്കാരായിരിക്കും. സോ അവർക്കൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ ബെനിഫിഷ്യൽ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എന്താണ്, എങ്ങനെയാണ് ഇത് ഹീൽ ചെയ്യേണ്ടതെന്ന് പറയാമോ? ഏത് മന്ത്രം ഉപയോഗിച്ചാണ് ഹീൽ ചെയ്യേണ്ടത്? അതായത് ഈ പറഞ്ഞ 4 വാക്കുകൾ അത് തന്നെയാണ് ആ പ്രയറിന്റെ ഉള്ളടക്കം. ഓക്കെ. ഇത് ശരിക്കും 1984 ശേഷം 84-നും 87-നും ശേഷമാണ് ഈ ഒരു പ്രയർ അമേരിക്കയിൽ പ്രചാരത്തിൽ വരുന്നത്. ഇങ്ങനെ ഒരു പ്രയർ ഉണ്ടെന്ന് ആളുകൾ അറിഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു സൈഡിൽ ഒരു ഭാഗത്തുള്ളൊരു ഐലൻഡാണ് ഹവായിയൻ ഐലൻഡ്. അവിടെ ഒരു സ്പെഷ്യൽ ജയിലുണ്ടായിരുന്നു. ഈ സ്പെഷ്യൽ ജയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൊടും ക്രൂര കുറ്റവാളികളെ പാർപ്പിക്കുന്ന സ്ഥലമായിരുന്നു. അതായത് ഇവരെ സാധാരണ ജയിലിൽ ഇടാൻ പറ്റത്തില്ല, അത്രയും ഭയങ്കര പ്രശ്നക്കാരാണ് ഇവര്. അപ്പൊ അതുകൊണ്ട് ഇവരെ താമസിപ്പിക്കുന്ന സ്ഥലമായിരുന്നു ഈ ജയില്. ഇവിടെ ജോലി നിയമിതരായി വരുന്ന പല ജോലിക്കാരും ഒന്നെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ അവര് ലീവ് എടുത്തു പോകും, അല്ലെങ്കിൽ അവർ ആ ജോലിയെ ഉപേക്ഷിക്കും. അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു സ്ഥിതി. ആ ജയിലിലേക്ക് ആണ് 1984 ഡോക്ടർ ഹ്യൂലൻ എന്ന് പറയുന്ന ഒരു ഡോക്ടർ സൈക്കാട്രിസ്റ്റ് ആയിട്ട് നിയമിതനാവുന്നത്. അപ്പം അവിടുത്തെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ജയിൽ പുള്ളികളും ഒന്നെങ്കിൽ ഭ്രാന്തിന്റെ വക്കത്തെത്തിയവരോ അല്ലെങ്കിൽ സൈക്കോസിസ് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ അവരെ മാനേജ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഈ ഡോക്ടർ അവിടെ ചെന്ന് അത്ഭുതം എന്ന് പറയട്ടെ, 3 വർഷത്തിന് ശേഷം, കൃത്യം 3 വർഷത്തിന് ശേഷം ആ ജയിൽ അവിടെ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് അടച്ചുപൂട്ടിയതായി വന്നു. അപ്പോൾ ഇത് അന്ന് അമേരിക്കയിൽ ഭയങ്കര വാർത്തയായിരുന്നു. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ജയില് ആളുകൾ ഇല്ലാത്തതിന്റെ പേരിൽ അവിടേക്ക് ചെല്ലാൻ ആളുകളില്ലാത്തതിന്റെ പേരിൽ അടച്ചുപൂട്ടിയത്. ഈ വാർത്ത കാണാനിടയായ അന്നത്തെ ഒരു ജേർണലിസ്റ്റ്, ഈ ജേർണലിസ്റ്റ് ജോ വിറ്റാലെ എന്ന് പറഞ്ഞ ജേർണലിസ്റ്റിന്റെ പേര്, ഈ ജേർണലിസ്റ്റ് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ജയിൽ വിസിറ്റ് ചെയ്തു. ഈ ഡോക്ടറിനോട് ചോദിച്ചു, എന്താണ് നിങ്ങളിവിടെ ചെയ്തത്? എത്ര അത്ഭുതകരമായിട്ട് ഒരു കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യമായി ചെയ്തിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം 2 വാക്കാ പറഞ്ഞത്. I did nothing for them. I heal my own negativity. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിലത്തെ നെഗറ്റീവ് പാർട്ടിനെയാണ് ഞാൻ ഹീൽ ചെയ്തത്. ഈ ഉത്തരത്തിൽ ഒരു സംതൃപ്തി കിട്ടാഞ്ഞിട്ട് ഈ ജോ വിറ്റാലെ അവിടെയുള്ള ബാക്കിയുണ്ടായിരുന്ന ജോലിക്കാരോട് ഇതിനെപ്പറ്റി അന്വേഷിച്ചു. അവർ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായി ഡോക്ടർ ജോലിക്കെത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ജയിൽ പുള്ളികളുടെ കേസ് ഫയൽ, വിശദമായിട്ടുള്ള കേസ് ഫയൽ എടുത്തു വായിക്കും, ഓരോരുത്തരുടെയും വായിക്കും. ഇത് മാത്രമായിരുന്നു ഈ 3 വർഷവും അദ്ദേഹം ചെയ്തിരുന്നത്. ഇതെന്താണ്, ഇതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ കേസ് ഫയൽ ഓരോന്നും വായിക്കുമ്പോൾ ഇതിനകത്ത് അത്രയും ഭീകരമായ കുറ്റകൃത്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് അവരുടെ ഫയലിൽ. ഈ ഫയല് വായിക്കുമ്പോൾ എന്നിലേക്ക് വരുന്നൊരു നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു, എന്നിലേക്കൊരു ഭീകരമായ നെഗറ്റിവിറ്റി വരും. അതിനെ ഞാൻ ഹീൽ ചെയ്തുകൊണ്ടിരുന്നു. ഈ ഹോ ഓപ്പൺ അപ്പ് പ്രയർ ചൊല്ലി അതിനെ ഞാൻ ഹീൽ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഗ്രാജ്വലി ഞാൻ എന്നെ ഹീൽ ചെയ്യുന്നതോടൊപ്പം തന്നെ അവരും ഹീൽ ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ 3 കൊല്ലം കൊണ്ട് അവിടെ എല്ലാവരും ഫിസിക്കലിയും മെൻ്റലിയും ഹീൽ ചെയ്യപ്പെട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഈ ഒരു കാര്യം ഇവർ ഡിസ്കസ് ചെയ്ത, ഇതിനെപ്പറ്റി കൂടുതൽ ഇവർ ഈ ജേർണലിസ്റ്റും ഡോക്ടറും ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഇവർ ഒരുമിച്ച് ചേർന്ന് ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. 0 ലിമിറ്റ് എന്നാണ് ആ ബുക്കിന്റെ പേര്. 0 ലിമിറ്റ്. അതെ അതെ തീർച്ചയായും ഈ പ്രയറിനെ പറ്റിയും അദ്ദേഹത്തിനുണ്ടായ ആ ഒരു അനുഭവങ്ങളെ പറ്റിയുമാണ് ആ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത്രത്തോളം ശക്തമായ ഒരു പ്രയറാണ്. നമ്മൾ വിചാരിക്കും, ഇത് ഈ നമ്മൾ കേട്ട് പരിചയമുള്ള 4 വാക്കുകളല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ
ലോക സമസ്ത സുഖിനോ ഭവന്തു. അതായത് നമ്മൾ നന്നായാൽ ലോകവും നന്നാവും. അത് തന്നെയാണ് ആ ഒരു പ്രയറിൻ്റെ ഉള്ളടക്കം. വളരെ ഒരു വൈറ്റൽ ഇൻഫർമേഷനാണ്, വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അതായത് ഈ പറയുന്ന ഹോ ഒപ്പണോ പ്രയർ എന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും ഇംപ്ലിമെന്റേഷൻ ആവട്ടെ. അതിന് പ്രത്യേകം ഒരു സമയമോ ഒരു പ്രൊസീജിയറോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ കുക്ക് ചെയ്യുമ്പോഴോ കുളിക്കുമ്പോഴോ എപ്പോൾ വേണേലും പറയാം. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ എപ്പോൾ വേണേലും പറയാം. നമുക്ക് എപ്പോൾ നെഗറ്റിവിറ്റി ഉണ്ടാവുന്നോ, അല്ലെങ്കിൽ നമ്മുടെ ഏത് പാർട്ടാണ് നമുക്ക് വേദനകൾ തരുന്നത് എന്ന് വെച്ചാൽ ആ പാർട്ട് നമ്മൾ ഓർത്ത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രയർ ഇല്ല. അതാണ് ആ പ്രയറിന്റെ ഒരു രീതി. ഹൈ ഫ്രീക്വൻസി ഉള്ളൊരു പ്രയർ. അതെ അതെ അതെ, ഞാനത് വായിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ഉള്ള വേർഡ്സുകളിൽ 4 കണ്ടന്റ് ആണെന്നുള്ളതാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഇങ്ങനൊരു ബുക്സ് സീറോ ലിമിറ്റ് ഇങ്ങനെ സീറോ ലിമിറ്റ് ബുക്ക് എല്ലാവരും വായിക്കാൻ ഇടവരട്ടെ. ഈ പറയുന്ന ഹോ ഒപ്പണോ പ്രയർ എല്ലാവരുടെ ലൈഫിലും ഈ സിറ്റുവേഷണൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്ങും ഉണ്ട്. അപ്പോൾ സിറ്റുവേഷണലി നമ്മൾ അതെ, ഈ സിറ്റുവേഷണലി നമ്മൾ പ്രൊവോക്ക് ആവുന്ന സമയത്താണ് നമ്മൾ ശരിക്കും ദേഷ്യം പുറത്തു വരുന്നത്. അതിനോടൊപ്പം ഈ വിക്ടിം മെന്റാലിറ്റി എന്ന് പറയുന്നത് മെജോറിറ്റി ആൾക്കാർക്കുള്ളത്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. അതെ അതെ, എനിക്കും ഉണ്ട് ആ വിക്ടിം മെന്റാലിറ്റി. അപ്പോൾ ഇതെല്ലാം നമുക്ക് പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയാൽ വെൽ ആൻഡ് ഗുഡ്. സ്വാഭാവികമായി ഭയങ്കര അത്ഭുതങ്ങൾ കാണാൻ പറ്റും. അതെ അതെ. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ പ്രയറിനകത്ത് ഈ പറയുന്ന ഹോ ഒപ്പണോ പ്രയറും കൂടെ ആഡ് ആവട്ടെ. എല്ലാവരും സെൽഫ് ഹീൽ ചെയ്തിട്ട് ക്ലെൻസിങ്ങിലേക്ക് പോട്ടെ. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. ഈ നമ്പർ നിങ്ങളുടെ മൊബൈൽ സേവ് ചെയ്യുക, വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.